ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിലാണ്. അതാണ് എൻ്റെ ചുറ്റും വാഹനങ്ങൾ കിടക്കുമ്പോഴേ മനസ്സിലാക്കാനും ഹോണ്ടയുടെ ഷോറൂമാണ്. മുത്തൂറ്റാണ് നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത്. കൊല്ലത്താണ് എൻ്റെ സ്ഥലം വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കൊല്ലത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ എവിടെയുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ഓഫറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോണ്ട വാഹനങ്ങൾക്ക് ഈ മാസം ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ ഡിസംബർ സമയത്ത് നമ്മൾ ഓഫർ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഈ മാസവും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോ വന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഈ ഒരു ഹോണ്ടയുടെ ലൈനപ്പിൽ ഒരുപാട് വാഹനങ്ങളൊന്നും വരുന്നില്ല. അമേസ് വരുന്നുണ്ട്, അതിനുശേഷം സിറ്റി അവൈലബിൾ ആണ്, അതിനുശേഷം എലവേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ എനിക്കൊന്ന് സെക്കൻഡ് വേരിയൻറ്റ് വാഹനങ്ങളാണ്. ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് ഈ ഒരു വാഹനത്തിൽ വരുന്ന വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. അപ്പോൾ 2-3 വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. എല്ലാം ആ ഒരു സെക്കൻഡ് വേരിയൻറ്റ് വാഹനങ്ങൾ തന്നെയാണ് കിടക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്ന വാഹനങ്ങളാണ്. താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഹോണ്ടയുടെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. അതല്ല വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഓഫറിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോണ്ടയുടെ ലൈനപ്പിൽ നമുക്ക് ഈ ഒരു എൻട്രി ലെവലായിട്ട് വരുന്നത് ഈ കിടക്കുന്ന അമേസ് എന്ന ഈ ഒരു വാഹനമാണ് നമുക്ക് എൻട്രി ലെവലായിട്ട് വരുന്നൊരു വാഹനം. അപ്പോൾ നമുക്ക് ഈ അമേസിൻ്റെ ഓഫറിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇതിൻ്റെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് മോശമല്ലാത്ത രീതിയിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് അമേസിന് അവൈലബിൾ ആണ്. അത് നമുക്ക് വേരിയൻസിലേക്കൊന്ന് കിടക്കാം. വേരിയൻസ് വരുന്നത് 3 വേരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. ഇ എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, അതിനുശേഷം എസ് എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, പിന്നെ വി എക്സ് എന്ന വേരിയൻറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു അമേസ് എന്ന വേരിയൻറ്റ്. ഇ എന്നത് ഏറ്റവും ബേസ് മോഡലാണ്. അതങ്ങനെ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യാറില്ല. കാരണം ഫീച്ചേഴ്സ് കുറവായതുകൊണ്ടാണ് ആ വേരിയൻറ്റ് അങ്ങനെ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് വാഹനം കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്ന വേരിയൻറ്റ് എസ് എന്ന വേരിയൻ്റ് ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി വാല്യൂ ഫോർ മണിയായിട്ട് സ്വന്തമാക്കാൻ പറ്റുന്നൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് എസ് ആണ്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഒരു അമേസിൻ്റെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ വേരിയൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 8,43,000 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എസ് എന്ന വേരിയൻറ്റ് 9,21,000, ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും 10,48,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലോ 10,24 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എസ് എന്ന വേരിയൻറ്റ് തൊട്ടേ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ടോപ്പ് എൻഡിന് 11,42 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അത് അമേസിൻ്റെ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് ഓഫറിലേക്കൊന്ന് കിടക്കാം. ഈ എസ് എന്ന ഇക്കും എസ്സിനും, അതായത് ബേസ് മോഡലിനും സെക്കൻഡ് വേരിയൻറ്റിനും സെയിം ഓഫർ തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഏകദേശം 30,000 രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. അഡീഷണൽ എക്സ്ചേഞ്ച് കോർപ്പറേറ്റ് ഓഫറായിട്ട് നമുക്കൊരു 20,000 രൂപ വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് അത് 15,000. ടോട്ടൽ വരുന്ന ഓഫർ ഇക്കും എസ്സിനും ക്യാഷ് ഓഫറായിട്ട് 30,000 രൂപ വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പ്രൈസ് പറഞ്ഞ എത്രയാണ്, ഏറ്റവും ബേസ് മോഡലിന് 8,43. ഈ 8,43 നിന്ന് ഈ ഒരു 30,000 രൂപ ക്യാഷ് ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നത് എന്താണ്, അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ 20,000, എക്സ്ചേഞ്ച് ബോണസ് 15,000. ടോട്ടലി 65,000 രൂപയുടെ ഓഫറാണ് ഇക്കും എസ്സിനും നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വേരിയൻ്റ് ഏതാണ് വരുന്നത്, ടോപ്പ് എൻഡ് വി എക്സ് എന്നതാണ്. അപ്പോൾ ആദ്യത്തെ 2 വേരിയൻറ്റിൻ്റെ ഓഫർ നമ്മൾ സംസാരിച്ചു. ഇനി ടോപ്പ് എൻഡിൻ്റെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് എത്ര, മാനുവലിന് 10,48, ഓട്ടോമാറ്റിക്കിന് 11,42 ഓൺ റോഡ് പ്രൈസ്. ഇനി നമുക്ക് അതിൻ്റെ ഓഫറിലേക്ക് കിടക്കാം. ക്യാഷ് ഓഫറായിട്ട് നമുക്ക് ഏകദേശം ഒരു 20,000 രൂപയുടെ ഓഫർ ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിന് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അഡീഷണൽ കോർപ്പറേറ്റ് ഓഫറായിട്ട് 20,000 രൂപയുടെ ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസായിട്ട് 15,000, ടോട്ടലി 55,000. ഇത് കൂടാതെ ഞാൻ ഈ പറയുന്ന ഓഫറുകൾ കൂടാതെ സ്റ്റോക്ക് വെഹിക്കിൾസിന് ഡീലർ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ ആനുകൂല്യം കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങളിപ്പോൾ അമേസിൻ്റെ ഒരു വേരിയൻ്റ് എടുക്കാൻ നിൽക്കുവാണ്, ഒരു സെക്കൻഡ് വേരിയൻറ്റ് എസ് എന്നാണ് ഉദ്ദേശം. ഈ ഒരു വെഹിക്കിൾ എസ് എന്ന വെഹിക്കിൾ സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റോക്ക് വളരെ പരിമിതമാണ്. കയ്യോടെ തന്നെ വിളിക്കാൻ നോക്കുക, ഈ ഒരു ഓഫർ സ്വന്തമാക്കാനായിട്ട് നോക്കുക. വേറെ നമുക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വാറൻറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററാണ് ഈ വാഹനത്തിന് വാറൻറ്റി ഹോണ്ട നൽകിയിട്ടുള്ളത്. ഈ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് 10 വർഷം വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാറൻറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. അത് കസ്റ്റമർ ചോയ്സാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10 വർഷം വാറൻറ്റി ഒന്നും മറ്റൊരു ബ്രാൻഡും എനിക്ക് തോന്നുന്നില്ല നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയും ഉള്ളൂ നമുക്ക് അമേസിനെ കുറിച്ച് പറയാനായിട്ട്. ഡൗൺ പേയ്മെൻറ്റ് എനിക്ക് തോന്നുന്നൊരു 1,00,000 രൂപ റേഞ്ചിലൊക്കെ മിനിമം ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. 7 വർഷം വരെ നിങ്ങൾക്ക് തിരിച്ചടവൽ കാലാവധിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അമേസ് എന്ന വേരിയൻറ്റിൽ. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് അമേസിനെ കുറിച്ച് സംസാരിക്കാനായിട്ടില്ല. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓഫർ അമേസ് എന്ന വാഹനത്തിന് ഹോണ്ട നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ താഴത്തെ നമ്പറിൽ വിളിക്കുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. വാഹനം വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യോടെ തന്നെ ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക. ഇനി നമുക്ക് സിറ്റിയിലേക്ക് പോകാം. സിറ്റി എന്ന വാഹനം തന്നെ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഓഫറിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ ഒരു സിറ്റിയിലേക്ക് വരുന്ന സമയത്ത്
മാനുവലിനും ഓട്ടോമാറ്റിക്കിനും എല്ലാത്തിനും സെയിം ഓഫർ തന്നെയാണ്. ഞാൻ ഈ അമേസിനകത്ത് പറഞ്ഞതുപോലെ വേരിയൻറ്റ് മാറുന്നതിനനുസരിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഈ ഒരു സിറ്റി എന്ന വാഹനത്തിന് വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. പ്രൈസിലേക്കൊന്നും തുടങ്ങാം. വേരിയൻറ്റ്സ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. SV എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, ഏറ്റവും ബേസ് മോഡൽ. പിന്നെ V എന്ന വേരിയൻറ്റ്, VX, ZX എന്നിങ്ങനെയാണ് ഈ ഒരു ഹോണ്ട സിറ്റിയിൽ വേരിയൻറ്റുകൾ പോകുന്നത്. പ്രൈസിലേക്ക് കിടക്കാം. ഏറ്റവും ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ 13,89,000 ഓൺ റോഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഹോണ്ട സിറ്റി എന്ന വാഹനത്തിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ. പിന്നെ വരുന്നത് V എന്ന വേരിയൻറ്റ് 1492, VX ആണെങ്കിലോ 1623, ഏറ്റവും ടോപ്പ് എൻഡ് 1767 ഓൺ റോഡ് മാനുവലിന്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് കടന്നു കഴിഞ്ഞാലോ, നമുക്ക് V തൊട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് വാഹനമായെങ്കിൽ പോലും ഒരു 3-4 വേരിയൻറ്റുകൾ വരുന്ന ഒരു മോഡലാണെങ്കിൽ എപ്പോഴും നമുക്കൊരു സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടായിരിക്കും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട്. അല്ലെങ്കിൽ 1-2 വേരിയൻറ്റുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 2 വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് കാണും. നോർമലി ഇതിനൊരു 4 വേരിയൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് V തൊട്ട് 1638 ഓൺ റോഡ് വരുന്നുണ്ട്. VX 1769 ഓൺ റോഡ് വരുന്നുണ്ട്. ZX ആണെങ്കിലോ 1945 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇത് നമുക്കിതിൻ്റെ ഓഫറിലേക്ക് കിടക്കാം. ക്യാഷ് ഓഫറായിട്ട് എല്ലാ മോഡലുകൾക്കും 25,000 രൂപ നമുക്ക് അവൈലബിൾ ആണ്. ഈ ക്യാഷ് ഓഫർ എന്നുള്ളത് എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്നതാണ്. ഒരു കാറ്റഗറി വൈസ് മാറ്റങ്ങളൊന്നും വരത്തില്ല. ഏത് കസ്റ്റമർ വന്ന് ഈ ഒരു ഹോണ്ട സിറ്റി മേടിച്ചാൽ നിങ്ങൾക്ക് 25,000 രൂപ ക്യാഷ് ഓഫർ കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് എക്സ്ചേഞ്ച് ബോണസ്. അത് നമുക്കൊരു 15,000 രൂപ വരുന്നുണ്ട്. അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ 20,000 രൂപ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ എക്സ്ട്രാ ഒരു ആനുകൂല്യമായിട്ട് ഹോണ്ട ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് അവർ നൽകിയിട്ടുള്ളത് UIO എക്സ്ചേഞ്ച് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ നമ്മൾ ഹോണ്ടയുടെ വാഹനം തന്നെയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ബോണസ് 15,000 കൂടാതെ വീണ്ടും ഒരു 6,000 രൂപ കൂടി നിങ്ങൾക്ക് കിട്ടും. അത് ഹോണ്ട വാഹനം എക്സ്ചേഞ്ച് ചെയ്താലാണ്. പിന്നെ ലോയൽറ്റി സ്കീം, അതായത് ഹോണ്ട വാഹനം ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ തന്നെ നിങ്ങൾ മറ്റൊരു ഹോണ്ട വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ആ ഒരു കസ്റ്റമർക്ക് 4,000 രൂപയുടെ ആനുകൂല്യം കൂടി കിട്ടും. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ 70,000 രൂപയുടെ ഓഫർ ഈ ഒരു ഹോണ്ട സിറ്റി എന്ന വാഹനത്തിന് അവൈലബിൾ ആണ്. ഇത് കൂടാതെ സ്റ്റോക്ക് വെഹിക്കിൾ ഉണ്ട് എന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വേരിയൻറ്റ് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഡീലർ ഭാഗത്ത് നിന്ന് ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതെന്താണെന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് കസ്റ്റമർ നേരിട്ട് അവർ പറയുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. താഴത്തെ നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് വിളിച്ച് ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വാറണ്ടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ, നിങ്ങൾക്കത് 10 വർഷം വരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ 10 വർഷം തന്നെ ചൂസ് ചെയ്തേക്കുക. കാര്യം അതെപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂവിൽ ഒക്കെ നമുക്കൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും വാറണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഹോണ്ട വാഹനത്തിന് റീസെയിൽ വാല്യൂയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വാറണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അത്രത്തോളം ഗ്യാരണ്ടിയാണ്. ഒരു 10 വർഷം വരെ വാറണ്ടി നൽകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു ബ്രാൻഡിന് ആ ഒരു വാഹനത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്രൈസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. പിന്നെ 3 വർഷം തിരിച്ചടവ് കാലാവധി. ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 വർഷം വരെ തിരിച്ചടവ് കാലാവധി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വരുന്ന വാഹനം നമ്മുടെ ഈ കിടക്കുന്നതാണ്. നമുക്ക് നടുക്കോട്ട് നിൽക്കാം. അപ്പോൾ അവിടെ 2 കളർ കിടപ്പുണ്ട്, വൈറ്റും ഉണ്ട്, ഒരു റെഡ് കളറും കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഈ കിടക്കുന്നത് V എന്ന വേരിയൻ്റാണ്. എനിക്ക് തോന്നുന്നത് V എന്ന വേരിയൻ്റ് തന്നെയാണ് ഈ കിടക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും നമ്മൾ പ്രൊജക്ടറൊക്കെ നോക്കിയാൽ എല്ലാം LED ലാമ്പാണ് വരുന്നത്. അങ്ങനെയുള്ള അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. ഈ ഒരു വാഹനത്തിന് നമുക്ക് 10 വർഷം വരെ വാറണ്ടി എടുക്കാവുന്നതാണ്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസിലേക്ക് അടക്കാം. നമ്മളൊരു ഹോണ്ട സിറ്റിയുടെ വേരിയൻറ്റുകൾ പറഞ്ഞല്ലോ, ആ സെയിം വേരിയൻറ്റ്സ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. SV, V, VX, ZX എന്നിങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റ്സും പോകുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് V എന്ന വേരിയൻറ്റിലോട്ടാണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ബേസ് മോഡൽ, ഇതിൻ്റെ തന്നെ ഒരു ബേസ് മോഡലാണെങ്കിൽ 14,02,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. V എന്ന വേരിയൻ്റ് ആണെങ്കിൽ 14,88 വരുന്നുണ്ട്. VX ആണെങ്കിലോ 16,53 വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് 18,19 ഓൺ റോഡ് വരുന്നു. ഇനി ഓട്ടോമാറ്റിക്കലി നമുക്കൊന്ന് കിടക്കാം. V എന്ന വേരിയൻറ്റിന് 16,19 ഓൺ റോഡ് വരുന്നുണ്ട്. VX ആണെങ്കിലോ 17,83 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. ZX ആണെങ്കിലോ 19,82 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. നമുക്കൊരു 15 ദിവസം മാത്രമേ ഈ ഒരു വാഹനത്തിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. ഈ വാഹനമൊന്നല്ല, ഏത് വാഹനമാണെങ്കിൽ പോലും നമുക്കൊരു 10-15 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ നമുക്ക് വരികയുള്ളൂ. അതും സ്റ്റോക്ക് ഇല്ലാത്ത വാഹനത്തിൻ്റെ കാര്യമാണ് ഞാൻ 15 ദിവസം പറയുന്നത്. പ്ലാൻ ചെയ്ത വാഹനം വന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു സമയം. ഇതെല്ലാം സ്റ്റോക്ക് വെഹിക്കിൾ ആണെങ്കിൽ അത്രത്തോളം സമയം വേണ്ട. ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ടാക്സ് ഒക്കെ അടച്ച് രജിസ്റ്റർ ചെയ്ത് തരുന്ന ഒരു സമയം മാത്രമേ വേണ്ടി വരികയുള്ളൂ. അതും വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ആ നമ്പറുണ്ട്, എക്സിക്യൂട്ടീവിനെ വിളിച്ചൊന്ന് ചോദിച്ചിട്ട് മാത്രം കൺഫേം ആക്കുക. ഇതൊക്കെ ഞാൻ റഫായിട്ടൊന്ന് പറഞ്ഞു തരുന്നതാണ്, അറിയാൻ വേണ്ടി മാത്രം. പിന്നെ തിരിച്ചടവ് കാലാവധി ഞാൻ ഈ പറഞ്ഞ പോലെ 7 വർഷം വരെ കിട്ടും. വാറണ്ടിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഹോണ്ട വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോക്കുകൾ വരുന്നുണ്ട്. സ്റ്റോക്ക് വെഹിക്കിൾ തന്നെ സ്വന്തം
സ്വന്തമാക്കാൻ നോക്കുക. ലിമിറ്റഡ് നമ്പേഴ്സേ വരുന്നുള്ളൂ, ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാറണ്ടിയൊക്കെ കഴിവൊന്ന് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.